കണ്ണൂർ ജിഷ കൊലക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. പ്രതിയുടെ മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതിയുടെ നിർദ്ദേശം. കൂടുതൽ വിവരങ്ങളുമായി ഷപ്ന സിയാദ് ചേരുകയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. ഷപ്ന, നമുക്കറിയാം വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയായിരുന്ന ജിഷയുടെ കൊലപാതകം എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും ഹൈക്കോടതി ശരിവെച്ച വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ വിധി സ്റ്റേ ചെയ്തിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ആതിര, ഈ സെഷൻസ് കോടതി, അതായത് എറണാകുളം സെഷൻസ് കോടതിയാണ് ഈ പ്രതി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത്. പിന്നീട് ഈ വധശിക്ഷ സെഷൻസ് കോടതി വിധിച്ചാലും ഹൈക്കോടതി ഇത് ശരിവെക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആ ഉത്തരവ് സാധുവാകൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വാദം നടന്നിരുന്നു. അതോടൊപ്പം പ്രതി അമീറുൽ ഇസ്ലാം ഹൈക്കോടതിയിൽ അപ്പീലും സമർപ്പിച്ചിരുന്നു. ഈ അപ്പീൽ പരിശോധിച്ച് ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായത്. അന്ന് ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെക്കുമ്പോൾ സൂചിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. സമൂഹത്തോടുള്ള ഒരു കുറ്റകൃത്യമായി ഇത് കരുതണം. ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസാണ്. അതുകൊണ്ട് ഈ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണ് തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ച് ഡിവിഷൻ ബെഞ്ചാണ് ഈ വധശിക്ഷ ശരിവെച്ചത്. അതിനുശേഷം ഈ വധശിക്ഷ ശരിവെച്ചതിനെതിരെ അമീറുൽ ഇസ്ലാം സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചിരുന്നു. ഇതിൽ സംസ്ഥാന സർക്കാരിനടക്കം നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഈ വധശിക്ഷ താൽക്കാലികമായി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ, ഈ പ്രതിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും മനഃശാസ്ത്രപരമായ റിപ്പോർട്ട്, അതുപോലെ ജയിലിലെ സ്വഭാവം സംബന്ധിച്ച റിപ്പോർട്ട്, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സുപ്രീം കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ ശിക്ഷ ലഘൂകരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ അതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതികളെ സംബന്ധിച്ച് കോടതി ഈ രീതിയിൽ ഒരു പഠനം നടത്താറുണ്ട്. പ്രതികളുടെ സാമൂഹിക ചുറ്റുപാടുകൾ, അതുപോലെ മാനസികാവസ്ഥ, ജയിലിലെ അവരുടെ സ്വഭാവം, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠനം നടത്തിയതിനു ശേഷമായിരിക്കും ഈ വധശിക്ഷ ശരിവെക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ഒരു നിർദ്ദേശത്തിലേക്ക് അല്ലെങ്കിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഈ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച് ഈ ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏതായാലും പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയായ ജിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിക്ക് വിധിച്ചിട്ടുള്ള വധശിക്ഷ താൽക്കാലികമായി ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഈ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇനി ഈ വധശിക്ഷ ശരിവെക്കണോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം വരിക. ശരി സപ്ന, ഷപ്നയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ സഹിൻ ആന്റണി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. സഹിൻ, നമുക്കറിയാം കേരളത്തെ പിടിച്ചുകുലുക്കിയ ജിഷ വധക്കേസിന്റെ നാൾ വഴികൾ, അത് നമ്മൾ തീർച്ചയായിട്ടും ഓർത്തെടുക്കേണ്ടത് കൂടിയാണ്. അതെങ്ങനെയായിരുന്നു? അതിന് 2016 ഏപ്രിൽ 28 കൊല ചെയ്യപ്പെടുന്നത്. അന്ന് ഞാൻ റിപ്പോർട്ടർ TVയിൽ സീനിയർ ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്ന ഒരു കാലത്തായിരുന്നു ജിഷ കൊല ചെയ്യപ്പെടുന്നത്. ജിഷ എന്നോടൊപ്പം തന്നെ എറണാകുളം ലോ കോളേജിൽ എന്റെ പാരലൽ ബാച്ച് പഠിച്ച ഒരു വിദ്യാർത്ഥിനി കൂടിയായിരുന്നു ജിഷ. അന്ന് ജിഷ മരണപ്പെട്ടപ്പോൾ ഒരു 2 കോളം വാർത്ത മാത്രമായിരുന്നു ഇത് സംബന്ധിച്ച എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു. ഞാനും ആ വാർത്ത ഒക്കെ ശ്രദ്ധിച്ചിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽ വരുന്നത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച മിനി എന്ന് പറയുന്ന മിനി ടീച്ചർ എന്നെ ഒരു ദിവസം വിളിക്കുകയാണ്. ടീച്ചർ വിളിച്ചു പറയുന്നു, മോനെ സഹിനെ ജിഷ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. ഞാനതിന് മറുപടിയായി, ടീച്ചറെ ഇത് ഞാനും കണ്ടിരുന്നു എന്ന് ടീച്ചറിനോട് മറുപടി പറയുകയാണ്. പക്ഷെ ടീച്ചർ പറയുന്നത്, നിങ്ങൾ ജേർണലിസ്റ്റുകൾ, ഇത്രയധികം ജേർണലിസ്റ്റുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ജിഷയുടെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരുന്നത്? അപ്പോഴാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത് ജിഷയുടെ ഇത്ര ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന്. അന്ന് ടീച്ചർ ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ അന്ന് വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി ആയിരുന്നു. ആ 7 മണിയോടുകൂടി തന്നെ എറണാകുളത്ത് നിന്നും പെരുമ്പാവൂരിലേക്ക് ബസ് കയറുകയാണ്. പെരുമ്പാവൂര് കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ഒരു 3 പോലീസ് ഓഫീസേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ആ പോലീസ് ഓഫീസറിനോട് പറയുന്നു, സാറേ ഒരു നിയമ വിദ്യാർത്ഥിനിയാണ്, ഒപ്പം തന്നെ എനിക്ക് ഇത് സംബന്ധിച്ചുള്ള ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറയുന്നു. പക്ഷേ അവർ ആദ്യം തരാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പിന്നീട് ഇതൊന്ന് വായിക്കാൻ വേണ്ടി തരികയാണ്.
ആ വായിക്കാൻ തന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ കോപ്പി ഒരു ജേർണലിസ്റ്റ് ബുദ്ധി ഉപയോഗിച്ച് എനിക്ക് അതിന്റെ കോപ്പി അന്ന് ആ ഫോണിൽ പകർത്താൻ കഴിഞ്ഞു. ഈ സമയത്ത് ഇതിന്റെ റിപ്പോർട്ടർ ടിവിയുടെ ചീഫ് എഡിറ്റർ ആയിട്ടുണ്ടായിരുന്ന നികേഷ് കുമാർ, അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തോട് ഞാൻ ഇക്കാര്യം പറയുന്നു, സാർ ഇത്ര ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകമാണെന്ന് അറിയിക്കുകയും അന്ന് ഡെസ്കിൽ ഉണ്ടായിരുന്ന വിജയകുമാറും അനീഷ് ബെർസോം അടക്കമുള്ള ആളുകൾ ഇക്കാര്യം അറിയിച്ചതിനെ തുടർന്ന് അവർ പിറ്റേ ദിവസം രാവിലെ ഈ വാർത്ത വലിയ രീതിയിൽ കേരളത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇത്ര ബ്രൂട്ടലായ ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേരളത്തെ അറിയിക്കുകയാണ്. അങ്ങനെ റിപ്പോർട്ടർ ടിവിയിലൂടെയാണ് ഈ വാർത്ത ആദ്യമായി പുറത്തു വരുന്നത്. ആ വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ ഈ വാർത്ത സത്യമാണെന്ന് മനസ്സിലാക്കുകയും കേരളം ആകമാനം ഈ കുട്ടിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഏപ്രിൽ 30 അതായത് നമ്മൾ വാർത്ത കൊടുത്തു അന്ന് വൈകുന്നേരത്തോടുകൂടി ഡിവൈഎസ്പി പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം തുടങ്ങുകയാണ്. ഏറെക്കുറെ മെയ് 4 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം പുറത്തു വരികയാണ്. ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും ശരീരത്തിൽ 38 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നെല്ലാം കണ്ടെത്തുന്നു. മാത്രമല്ല പ്രാഥമിക അന്വേഷണത്തിൽ ഒരു പക്ഷേ കേരളത്തിൽ ഞെട്ടിക്കുന്ന തരത്തിൽ ഒരു സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൽ വരെ മുറിവേൽപ്പിക്കുന്ന ക്രൂരമായ ഒരു കൊലപാതകം കേരളത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി AB ജിജിമോനായിരുന്നു ഈ അന്വേഷണത്തിന്റെ ചുമതല ഉണ്ടായിരുന്നത്. പിന്നീട് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഒരു 2016 മെയ് 8 ജിഷയുടെ സഹോദരിയുടെ സുഹൃത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അന്ന് തൊഴിലാളികൾ ധരിക്കുന്ന ഒരു ചെരുപ്പ് കണ്ടെത്തുന്നു. ആ ചെരുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. മെയ് 10 ജിഷയെ കൊലപ്പെടുത്തിയത് മുൻനിരയിൽ പല്ലിന് വിടവുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. അയാളുടെ രേഖാചിത്രങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ പ്രത്യേകിച്ചും കൊലയാളിയുടെ DNA വിവരങ്ങൾ പോലീസിന് കിട്ടുകയാണ്. എന്നാൽ നിലവിൽ സംശയമുണ്ടായിരുന്ന ആരുമായിട്ടും ഈ കൊലയാളിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലെന്ന് പോലീസ് തിരിച്ചറിയുന്നു. പിന്നീട് അന്വേഷണ സംഘം വിപുലീകരിക്കുകയാണ്. ആ വിപുലീകരിക്കുന്ന സമയത്ത് മെയ് 16 പ്രതി നിർമ്മാണ തൊഴിലാളി തന്നെയാണെന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത്. ഘാതകരെ തേടി പോലീസ് പിന്നീട് മൂർഷിദാബാദിലേക്ക്, പ്രത്യേകിച്ചും ബംഗാൾ, നമ്മൾക്കറിയാം മൂർഷിദാബാദിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബംഗാളിനെയും ബംഗ്ലാദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ നദികൾക്ക് ഒരു പക്ഷേ നീളം അല്ലെങ്കിൽ ഈ വീതി കുറവായതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ നീന്തി ബംഗാളിൽ വരികയും മൂർഷിദാബാദിൽ വരികയും അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഐഡന്റിറ്റി കാർഡ് തയ്യാറാക്കിയതിനു ശേഷം പെരുമ്പാവൂരിലേക്ക് വരികയുമാണ് ചെയ്യുന്നത്. ശരിക്കും ബംഗ്ലാദേശുകാരാണ് അങ്ങനെ എത്തുന്നത്. ഈ മൂർഷിദാബാദിൽ നിന്നും ഈ മെയ് 19 കേസുമായി ബന്ധപ്പെട്ട് 10 പേരെ അന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് പോലീസ്. പക്ഷെ പോലീസ് പിന്നീട് തിരിച്ചറിയുന്നത് ഇവരാരുമല്ല കൊല നടത്തിയിരിക്കുന്നത്. ഈ സമയത്തെല്ലാം കേരളം നിന്ന് തപ്പുകയാണ്. കേരളത്തിൽ ഒരു പെൺകുട്ടിക്ക് കൊല ചെയ്യപ്പെട്ട് ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും ഇതിന്റെ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഈ സമയത്തെല്ലാം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭ മാറുന്നു, പകരം പിണറായി മന്ത്രിസഭ വരുന്നു. 2016 ഏറെക്കുറെ മെയ് 28 ADGP സന്ധ്യയ്ക്ക് ഇതിന്റെ ചുമതല, അന്വേഷണ ചുമതല അന്ന് പിണറായി സർക്കാർ കൊടുക്കുകയാണ്. ഒരുപക്ഷെ മെയ് 2 പ്രതിയെന്ന് കരുതുന്ന ഒരാളുടെ രേഖാചിത്രം ഇവർ പുറത്തുവിടുന്നു. ഈ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ട് ജൂൺ 13 ജൂൺ 2 ഈ രേഖാചിത്രം പുറത്തുവിടുന്നത്. ജൂൺ 13 ജിഷയുടെ വീടിന് പരിസരത്തുള്ള ഇതര സംസ്ഥാനക്കാരെല്ലാം പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. 25 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചനയും പോലീസിന് ലഭിക്കുകയാണ്. ജൂൺ 14 പ്രതിയായ അമീറുൽ ഇസ്ലാമിനെ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തിയായിട്ടുള്ള അതിർത്തിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് അയാൾ ഒരു പെയിന്റ് കമ്പനിയിൽ ജോലി എടുക്കാൻ വേണ്ടി പോവുകയും അന്ന് അതിവിദഗ്ധമായി പോലീസ് സംഘം അവിടെ എത്തുകയും ഇയാള് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇയാളെ പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ജൂൺ 16 പ്രതിയെ അറസ്റ്റ് ചെയ്ത വിവരം പോലീസ് പുറത്തുവിടുന്നു. അതായത് ജിഷ കൊല ചെയ്യപ്പെട്ടത് ഏപ്രിൽ 28 ജൂൺ 16 ഈ പ്രതിയെ പോലീസ് പിടിക്കുന്നത്. പിന്നീട് സെപ്റ്റംബർ 16 ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിക്കുകയാണ്. 2017 മാർച്ച് 13 ജിഷ വധക്കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങുന്നതും പിന്നീട് അമീറുൽ ഇസ്ലാം കുറ്റക്കാരനാണെന്ന് പോലീസ് കണ്ടെത്തുന്നതെല്ലാം. ഇത് ഒരു ടീച്ചറുടെ, അതായത് എന്നെ പഠിപ്പിച്ച ടീച്ചർ, മിനി ടീച്ചർക്ക് അന്ന് തോന്നിയ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വിവരം പുറത്തു വരുന്നത്. പിന്നീട് ലിബിൻ സ്റ്റാൻലി എന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലിബിൻ സ്റ്റാൻലി അടക്കമുള്ള അഭിഭാഷകർ, അതെല്ലാം ജിഷയുടെ കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളായിരുന്നു ഇവരെല്ലാം. ഇവരുടെയൊക്കെ കൃത്യമായ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം കേരളത്തിൽ പുറത്തു വന്ന ഒരു വിവരമാണിത്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ സാധാരണ ഒരു കൊലപാതകം പോലെ അല്ലെങ്കിൽ ഒരു മരണം പോലെ മാത്രം തള്ളിക്കളയേണ്ടിയിരുന്ന ഒരു കൊലപാതകമായിരുന്നു അതിലേത്.
സഹിൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു ഇത്. കാരണം അത്രയും മൃഗീയമായ രീതിയിലാണ് ജിഷയെ ബലാത്സംഗത്തിന് ഇരയാക്കി അമീറുൽ കൊലപ്പെടുത്തിയതും. ഇപ്പോൾ നിർണായകമായൊരു ഇടപെടൽ, ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത് എങ്ങനെ ഈ കേസിനെ ബാധിക്കാം, ഇതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം സഹിൻ? സ്വാഭാവികമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഈ കേസിന്റെ വിചാരണ മുന്നോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് പല രീതിയിലായിരുന്നു പോലീസിന്റെ അന്വേഷണം നടന്നത്. ഇപ്പോൾ 4 സംഘങ്ങളായി പോലീസിനെ തിരിക്കുന്നു. ജിജിമോന്റെ നേതൃത്വത്തിൽ ഒരു സംഘം, സുധാകരന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം, അങ്ങനെ ഡിവൈഎസ്പിമാരുടെ ഓരോ സംഘങ്ങൾ, ബിജു അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം. അങ്ങനെ കേരളത്തിലെ എണ്ണം പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ പെരുമ്പാവൂരിലെത്തിയിരുന്നു. അവരെല്ലാവരും തന്നെ പല രീതികളിലായി അന്വേഷിച്ച് ഇതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ശരി സഹിൻ, ഞാൻ സഹിനിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ വീണ്ടും ഷബ്നയിലേക്ക് ഞാൻ പോവുകയാണ്. ഷബ്ന, നിർണായകമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശരിക്കും ഹൈക്കോടതി എന്ത് നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വധശിക്ഷ അന്ന് ശരിവെച്ചത്? ആതിര, ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദങ്ങൾ നടന്നിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് വധശിക്ഷ അന്ന് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുന്നത്. വധശിക്ഷയിൽ ഇളവനുവദിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്ന് കോടതി തന്നെ വിലയിരുത്തിയിരുന്നു. ഒരു യുവതിയെ അതിക്രൂരമായി പീഡിപ്പിച്ച ശേഷം പ്രാകൃത രീതിയിലാണ് ഈ പ്രതി കൊലപ്പെടുത്തിയത്. അതുപോലെ ഈ യുവതി സുരക്ഷിതം എന്ന് കരുതിയ വീട്ടിലേക്ക് കരുതിക്കൂട്ടി കടന്നു കയറി ഒരു പ്രകോപനവും ഇല്ലാതെ അത്തരത്തിൽ ആക്രമണം നടത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ബലാത്സംഗ ശ്രമത്തെ ചെറുത്ത യുവതിയോട് പ്രകോപനപരമായ രീതിയിലാണ് ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണം നടത്തിയത്. അതുപോലെ ഈ പെൺകുട്ടിയുടെ ആന്തരിക ഭാഗങ്ങൾ പുറത്തു വരുന്ന രീതിയിൽ പലതവണ കത്തികൊണ്ട് കുത്തി മാരകമായി മുറിവേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ഹൈക്കോടതി തന്നെ ഈ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുപോലെ ഈ ലൈംഗിക വൈകൃതമുള്ള പ്രതി ഇത്തരത്തിലുള്ള ആസക്തി തീർക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നായിരുന്നു കോടതിയുടെ അന്നത്തെ കണ്ടെത്തൽ. പ്രതിയുടെ ക്രൂരകൃത്യം ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണവും ഹൈക്കോടതി അന്ന് നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള സംഭവം ഭയങ്കരമായി അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. അതായത് ഇതൊരു ഒരു സാധാരണ കുറ്റകൃത്യമായി ഇതിനെ കാണാൻ പറ്റില്ല. ഇത് സ്ത്രീകൾക്ക് പൊതുവെ കേരളത്തിലെ സ്ത്രീകൾക്ക് തന്നെ ഭയങ്കരമായി ഭീതി ജനിപ്പിക്കുന്ന ഒരു സംഭവമായി അന്ന് ഇതും മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷവും ഇപ്പോഴും ആ ഒരു ഭീതി സ്ത്രീകൾക്കിടയിൽ ഉണ്ട് എന്ന് കോടതി തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ പൊതുസുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന തോന്നൽ വരെ ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരാൾ സമൂഹത്തിന് ഭീഷണിയാണ് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും അതുകൊണ്ട് തന്നെ ഇയാളുടെ വധശിക്ഷ ശരിവെക്കണം എന്ന് ഡിവിഷൻ ബെഞ്ച് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പ്രതിക്ക് നൽകുന്ന പരമാവധി ശിക്ഷ സമാന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള ഒരു താക്കീതായി കാണണം എന്നായിരുന്നു ഡിവിഷൻ ബെഞ്ച് അന്ന് പറഞ്ഞത്. അതുപോലെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഒരു ആശ്വാസം നൽകുന്ന വിധിയാണ് ഇത് എന്ന് ഡിവിഷൻ ബെഞ്ച് തന്നെ അന്ന് ആ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. 2016 നേരത്തെ സഹിൻ ചരിത്രം സൂചിപ്പിച്ചു. 2016 ഒരു വൈകുന്നേരങ്ങളിലാണ് ഈ നിയമവിദ്യാർത്ഥിനിയായ പെരുമ്പാവൂരിലെ ജിഷ കൊല്ലപ്പെടുന്നത്. അതുപോലെ തന്നെ പിന്നീട് ജൂണിൽ പോലീസ് ഈ അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്യുന്നു. സെപ്റ്റംബർ 16 കുറ്റപത്രം സമർപ്പിച്ചു. 2017 മുതൽ ഇതിന്റെ വിചാരണയായിരുന്നു. പിന്നീട് 2017 മാർച്ചിലാണ് വിചാരണ തുടങ്ങുന്നത്. ഡിസംബർ 14 കുറ്റക്കാരനാണ് എന്ന് ഈ സെഷൻസ് കോടതിയാണ് കണ്ടെത്തുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊലപാതക കുറ്റം സെഷൻസ് കോടതിയിലാണ് ഇതിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുക. ആ വിചാരണ ശിക്ഷ വിധിക്കുന്നത് സെഷൻസ് കോടതിയാണ്. സെഷൻസ് കോടതി ഇത്തരത്തിൽ വധശിക്ഷ വിധിച്ചാൽ അത് ഹൈക്കോടതി അംഗീകരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം വന്നത്. അതോടൊപ്പം തന്നെ അമീറുൽ ഇസ്ലാം ഈ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ അപ്പീലും സമർപ്പിച്ചു. ഈ രണ്ട് കേസുകളായി ഹൈക്കോടതി ഇത് പരിഗണിക്കുകയും ഈ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ ശരിവെക്കുകയുമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഈ കേസിലെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 100 സാക്ഷികളെയാണ് അന്ന് പരിശോധിച്ചത്. 291 രേഖകൾ പരിശോധിച്ചിരുന്നു. പലരും സാക്ഷികൾ പലതും തിരിച്ചറിഞ്ഞിരുന്നു. അതുപോലെ പ്രതിയുടേതെന്ന് സംശയിക്കുന്ന DNA സാമ്പിളുകൾ തിരിച്ചറിഞ്ഞു. സാഹചര്യ തെളിവുകൾ മാത്രമായിരുന്നു ഈ കേസിനുണ്ടായിരുന്നത്. അതായിരുന്നു ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി അന്ന് ഇയാളെ ശിക്ഷിക്കുന്നത്. അതിനുശേഷം ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തതാണ്.
ഷബ്ന, ഈ ഒരു സാഹചര്യത്തിൽ ഇനി സുപ്രീം കോടതിയുടെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കാം? സുപ്രീം കോടതി ഇപ്പോൾ ഈ ജയിലിൽ നിന്നുള്ള റിപ്പോർട്ട്, അതുപോലെ ഈ പ്രതിയുടെ സാമൂഹിക പശ്ചാത്തലം, അതായത് ഏത് പശ്ചാത്തലത്തിൽ ജീവിച്ചയാളാണ്, അല്ലെങ്കിൽ ഇയാളുടെ ജന്മം മുതലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ പ്രതി സാമൂഹിക ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നു, വളർന്നു വന്ന സാഹചര്യം എന്താണ്, കുട്ടിക്കാലത്ത് എങ്ങനെയാണ് ജീവിച്ചത്, ആ രീതിയിലുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആളാണോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം സുപ്രീം കോടതി ഇനി ഇതിൽ വധശിക്ഷ നൽകണമോ എന്ന രീതിയിലുള്ള തീരുമാനത്തിലേക്ക് എത്തും. ഇപ്പോൾ ഹൈക്കോടതി തന്നെയും ചില വധശിക്ഷകൾ ശരിവെക്കുമ്പോൾ അത്തരത്തിലുള്ള പഠനം നടത്താറുണ്ട്. ഏതെങ്കിലും ഏജൻസികളെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ അമിക്കസ് ക്യൂറിയെ നിയമിച്ച് അത്തരത്തിൽ പഠനം നടത്തി ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇനി ഈ വധശിക്ഷ നൽകണോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കുക. കാരണം ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഫൈൻഡിങ്സ് എല്ലാം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സെഷൻസ് കോടതിയാണെങ്കിൽ ഇതിൽ സമയമെടുത്ത് വിചാരണ നടത്തി തെളിവുകളെല്ലാം പരിശോധിച്ച് വധശിക്ഷ വിധിച്ചതാണ്. ഇനി സുപ്രീം കോടതിയിലും ഈ രീതിയിലുള്ള ഒരു വാദം നടക്കും. അതായത് ഈ തെളിവുകൾ സംബന്ധിച്ചുള്ള വാദം നടക്കും. അതോടൊപ്പം തന്നെ ഈ സാമൂഹിക പശ്ചാത്തലം, ജയിലിലെ സ്വഭാവം എങ്ങനെയാണ്, ജയിലിൽ അത്തരത്തിൽ മോശം പെരുമാറ്റം, ജയിലിലെ പെരുമാറ്റം നല്ല രീതിയിലാണോ, അതുപോലെ ഇനി ഈ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയില്ലെങ്കിൽ സമൂഹത്തിന് ഇയാൾ ഭീഷണിയാണോ തുടങ്ങിയുള്ള കാര്യങ്ങൾ കോടതി പരിശോധിക്കും. അതോ ഏതെങ്കിലും തരത്തിൽ മാനസാന്തരം വന്നോ, ഈ കുറ്റകൃത്യത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഈ പ്രതി ഈ മാനസാന്തരം വന്ന് നല്ലൊരു വ്യക്തിയായി സമൂഹത്തിൽ മാറാൻ സാധ്യതയുള്ള ആളാണോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കുകയും അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തീരുമാനമെടുക്കുകയും ചെയ്യും. ഏതായാലും നിലവിൽ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് ഒരു താൽക്കാലികമായ ഉത്തരവാണ്. ഷബ്ന, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൗമ്യ വധക്കേസിൽ ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ നിന്ന് ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദ് ചെയ്യുന്നത് നാം കണ്ടതാണ്. അപ്പോൾ സമാനമായ വാദങ്ങളുമായിട്ടാണ് അമീറുൽ ഇസ്ലാമും നീങ്ങുന്നത് എന്ന് വേണമോ നമുക്ക് അനുമാനിക്കാനായിട്ട്? തീർച്ചയായും അത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച് ഈ സെഷൻസ് കോടതി പല കേസിലും വധശിക്ഷ വിധിക്കാറുണ്ട്. എന്നാൽ മേൽക്കോടതികൾ അത് നടപ്പാക്കുന്നത് വളരെ ചുരുക്കം കേസുകളിൽ മാത്രമേ വധശിക്ഷ നടപ്പാക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് അറിയാം, രാജ്യത്ത് തന്നെ അധികം വധശിക്ഷകളൊന്നും ഈ അടുത്ത കാലത്ത്, ഈ വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇത്തരത്തിൽ വധശിക്ഷ നടപ്പാക്കിയതായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ അടുത്ത കാലത്തൊന്നും വധശിക്ഷ ഒരു കേസിൽ പോലും നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിൽ ഈ സ്വഭാവത്തിൽ മാറ്റം വരാനുള്ള സാധ്യതയുള്ള ആളാണോ, അല്ലെങ്കിൽ ഇനി ഈ സമൂഹത്തിന് ഭീഷണി ഇല്ലാത്ത ഒരാളായി ഇയാൾ മാറിയിട്ടുണ്ടോ, ജയിലിൽ ഇയാളുടെ സ്വഭാവം നല്ലതായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. അല്ലെങ്കിൽ ഈ ജീവിതാവസാനം വരെ തടവിൽ കഴിയുക എന്നൊരു ഓപ്ഷൻ കോടതി വെക്കുകയും ആ രീതിയിലേക്ക് പോവുകയും ചെയ്യും. പലപ്പോഴും അത്തരത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ശരി ഷബ്ന, ഇപ്പോൾ പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയായിരുന്ന ജിഷയുടെ കൊലപാതകത്തിലാണ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. പ്രതിയുടെ മനഃശാസ്ത്ര ജയിൽ റിപ്പോർട്ട് ഹാജരാക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം ശിക്ഷ ലഘൂകരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ അത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. മനഃശാസ്ത്ര പരിശോധനയ്ക്ക് പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുകയും വേണം. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് ഈ ഒരു വിധി പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്.